മുന്നിൽ ഇരിക്കുന്നത്. കാരണം ഒരു 1000 പേരുടെ ഐഡിയയില് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് ഒരുപാട് ലെജൻഡ്സ് ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വന്ന് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മുടെ ഈ ഒരു റൈസപ്പിന്റെ 7 AM ക്ലബ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമില് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ സെഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം ഞാൻ പ്രൗഡാണ്. അപ്പൊ എന്നെ ഒന്ന് വളരെ നല്ല രീതിയിൽ മാം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പേര് വിഷ്ണുദാസ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലം സ്വദേശിയാണ്. കമ്പനിയുടെ 4th റാങ്ക് ആയിട്ടുള്ള സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള സരിത സതീഷ് മാം വഴിയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. എന്റെ ചേച്ചി കൂടിയാണ്. വളരെ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുകയും അല്ലെ, കുറച്ചു കാലത്തിന് ശേഷം വളരെയധികം നെഗറ്റിവിറ്റി ഒരുപാട് നമ്മൾക്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്ന് ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കും കിട്ടി എന്നുള്ളത് തന്നെയാണ് ഞാൻ ആദ്യമേ അത് പറയുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തതിന് ശേഷം നിങ്ങളുടെ ജേർണിയിൽ അല്ലെ, ഒരുപക്ഷെ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതൊരു ഉണർവാകട്ടെ എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഏത് ഭാഗത്ത് പോയാലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ് അല്ലെ. വളരെയധികം ഫോഴ്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് കൺസെപ്റ്റിലേക്ക് എന്നെ ഏൽപ്പിച്ചതെങ്കിൽ ആ ഒരു ഫോഴ്സ് ചെയ്തതിന്റെ നെഗറ്റിവിറ്റി എന്നെ പിൻവലിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷമുള്ള ഒരു തിരിച്ചറിവ് അല്ലെ, നമ്മളെ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും ഫിജിക്കാർട്ടിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു പീരീഡിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ചിന്തകൾ നമുക്ക് ഉള്ളിലുണ്ടാവും അല്ലെ. അങ്ങനെ ഒരു ചിന്തയാണ് ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് എനിക്കൊരു സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നാളെ എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും രാവിലെ തുടങ്ങുന്നത് അല്ലെ, സുപ്രഭാതമായിട്ട് അല്ലെങ്കിൽ പ്രഭാതമായിട്ട് തുടങ്ങുന്നത്. ഒരുപാട് പേരുടെ വീണെടുത്ത് നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നാളെ എന്നുള്ള പ്രതീക്ഷ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നെ പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന ഈ ഒരു 1000 പേരിൽ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലത്തിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലും മനോഭാവത്തിലും കഴിവിലും ക്വാളിഫിക്കേഷനിലും എല്ലാം ഉള്ള വ്യക്തികൾ നമ്മൾ ഇന്ന് വന്ന് ചേർന്നിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയാണ് അല്ലെ. അപ്പൊ ഈ ഒരു മേഖലയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫെയിലിയേഴ്സ് എന്നുള്ള ആളുകൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊഴിഞ്ഞു പോക്കാണ് അല്ലെ, ക്വിറ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളുണ്ട്. അതായത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്നുള്ളതാണ്. ആഗോളതലത്തിൽ എല്ലാ യുവാക്കളും അല്ലെങ്കിൽ സ്ത്രീകളും ഇതിൽ പങ്കുചേരണം അല്ലെ, അല്ലെങ്കിൽ അവരുടെ യുവത്വത്തിന്റെ ഏറ്റവും മികച്ചത് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് സാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അല്ലെ, ഞാൻ വീണ്ടും പാപ്പരാവുകയാണെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്നാണ്. കാരണം ഒരുപാട് പേർക്ക് അദ്ദേഹം എന്താണ് വരുമാന കണക്കിന് ഇപ്പൊ നമുക്കും സമ്പാദിക്കാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബിൽ ഗേറ്റ്സ് അല്ലെ, എനിക്ക് വീണ്ടും തുടങ്ങാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുക്കുന്ന മേഖല എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് ഇത്രയും വലിയ കോടീശ്വരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു മേഖലയെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ പോലുള്ള സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണക്കാർക്കിടയിൽ നമ്മളെ അറിയാവുന്ന സാധാരണക്കാർക്കിടയിൽ എല്ലാവർക്കും വളരെയധികം ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ചീത്തപ്പേരുണ്ട് എന്നുള്ളതാണ് അല്ലെ. അത് ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു ചീത്തപ്പേരും. ഒരു പക്ഷെ അവരുടെ എക്സ്പീരിയൻസിലോ അവരുടെ അറിവിലോ അവർക്ക് അറിയാവുന്ന ആൾക്കാരിലോ ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച വ്യക്തികളെ അറിയാം എന്നുള്ളതാണ്. അവരുടെ പൈസകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതാണ്. പക്ഷെ എല്ലാ ബിസിനസ് പോലെയല്ല നമ്മുടെ ഫിജിക്കാർട്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നത് പോലെ തന്നെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന സമയത്താണ് നമ്മുടെ വിജയം തുടങ്ങുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിക്ക് ഇത്രത്തോളം ചീത്തപ്പേര് കിട്ടാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മാറ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു ജേണി നമുക്ക് കൃത്യമായിട്ട് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന സമയത്താണ് നമുക്ക് മറ്റുള്ളവരോട് അല്ലെ, നമ്മളോട് പറയുന്ന ആർഗ്യുമെന്റ്സിനെ ഓവർകം ചെയ്ത് അവരോട് ഇത് അങ്ങനെയല്ല, നിങ്ങൾ കേട്ടത് ശരിയല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് അവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് അതേപോലെ തന്നെ ആ ഒരു കമന്റ്സിനെ പോസിറ്റീവ് ആക്കിയിട്ട് നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇന്ത്യയിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഹിസ്റ്ററി എന്താണെന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചു കാലം ആയിട്ട് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളുണ്ടാവും അല്ലെ, അവർക്ക് ഒരുപക്ഷെ ഈ മേഖലയെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇന്നെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു മേഖലയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്സ് എഴുതി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ നാളുകളിൽ അല്ലെ, നിങ്ങൾ പുതിയ ആളുകളെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ മറുപടി നോ, അല്ലെങ്കിൽ ഇതിൽ പോയി നീ പെട്ടോ എന്നുള്ള ആർഗ്യുമെന്റ്സ് ആയിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ ആ ആർഗ്യുമെന്റ്സിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇന്ന് കിട്ടുന്ന ചെറിയ പോയിന്റ്സ് എങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. എല്ലാ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളാണ് നമ്മളെ വലിയൊരു ലീഡർഷിപ്പിലേക്കും വലിയൊരു അറിവുകളുടെ കലവറയാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യയിലെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് 1991കളിലാണ് ഈ ഗ്ലോബലൈസേഷൻ റൂൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് വിദേശത്തുള്ള കമ്പനികൾക്കൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റൂൾ ആയിരുന്നു 1991. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1995 ആംവേ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കമ്പനിയാണല്ലേ, പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇത് ആംവേ പോലെ ഉള്ളതല്ലേ എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കും. കാരണം അവർക്കൊക്കെ തുടക്കകാലം മുതലേ ഈ ഒരു കമ്പനിയെ കുറിച്ച്, ഇത്തരത്തിലുള്ള കമ്പനിയെ കുറിച്ച് വളരെയധികം ബോധവാടാണെന്നുള്ളതാണ്. അപ്പൊ 1955ലാണ് ആംവേ പോലുള്ള ഒരു കമ്പനി ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് MLM എന്നുള്ള കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ആംവേ എന്നുള്ള ഒരു കമ്പനിയാണ്. അതിനുശേഷം നിരവധി MLM കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയും അതിനുശേഷം അതിന്റെ സർക്കുലേഷൻ തന്നെ മാറി എന്നുള്ളതാണ് അല്ലെ. ഒരുപാട് സ്കീമുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മണി ചെയിൻ സ്കീം അല്ലെ, നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് മണി ചെയിൻ അല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ പിരമിഡ് സ്കീം എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സ്കീമുകളും മണി സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനികൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതലുള്ള റീസൺ ഇവിടെ തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷം ആണ് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സമയത്താണ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി വീഴുന്നത് അല്ലെ. കാരണം മേജർ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഏതാണ് MLM കമ്പനി എന്നും ഏതാണ് മണി ചെയിൻ എന്നുള്ളതും ഗവൺമെന്റിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. കാരണം ഇവിടെ കൃത്യമായിട്ട് ഒരു സിസ്റ്റം അന്ന് ഉണ്ടായിട്ടില്ല അല്ലെ. അപ്പൊ ഇതിനെതിരെ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളും ആയിരുന്നില്ല. ഇങ്ങനെ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ പോലും ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇതിനെതിരെ നിയമങ്ങൾ ഒരു നടപടി എടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും കമ്പനികൾക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് പല കമ്പനികളും MLM തുടങ്ങിയത് പല പ്രൊഡക്റ്റുകൾ വെച്ചിട്ടായിരുന്നു. പക്ഷെ പല പ്രൊഡക്റ്റുകളും വ്യാജമാണ് എന്നുള്ളത് വേറൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡക്റ്റ് ഉള്ള കമ്പനി ആയതുകൊണ്ട് അവർ അത് MLMന്റെ മറവിൽ ചെയ്യുന്ന ഒരു സ്കാം ആയിട്ട് അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മണി ചെയിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പ്രൊഡക്റ്റുകൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് ഒരു 2010-11 കാലത്ത് ഇവിടെ വലിയൊരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരുപാട് പേര്, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരുടെ ക്യാഷ് അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയെ തിരിച്ചറിയാത്തത് കൊണ്ട് ഒരുപാട് പേര് ഈ ഒരു മേഖലയിൽ വീണ്ടും ക്യാഷ് ഇട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെന്റിന് ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനത്തിൽ എത്താൻ സാധിക്കാതായപ്പോ 1978 PCMC എന്ന് പറയും, അതായത് പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ആക്ട് പ്രകാരം ഈ ഒരു ഇന്ത്യയിലും കേരളത്തിലും ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള MLM കമ്പനികളെയും ബാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചിട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ. അതായത് കൃത്യമായിട്ട് കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ലീഗാലിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനികൾ വളരെ കുറവായിരുന്നു. എന്നാൽ പൂട്ടിപ്പോയിട്ടുള്ള തട്ടിക്കൂട്ട് കമ്പനികൾ എന്ന് പറയുന്നത് വളരെ അധികമാണെന്നുള്ളതാണ്. ഈ മേഖലയെ കുറിച്ച് വ്യക്തമായിട്ടൊരു പഠനങ്ങൾ നടത്താൻ അതിനുശേഷം ഫിക്കി പോലെയുള്ള അല്ലെങ്കിൽ KPMG പോലുള്ള സംഘടനകൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ, അതായത് 70-ലേറെ വർഷമായിട്ട് 100-ലേറെ രാജ്യങ്ങളിൽ കൃത്യമായിട്ട് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാൻ ബുക്കിൽ പറഞ്ഞിട്ടുള്ള അല്ലെ, വളരെ സക്സസ് ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ബൂമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡ് ഉണ്ട്. ആ ഒരു സ്ലൈഡ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സാധ്യതയാണ് ഈ ഒരു ബിസിനസ്സിന് എന്നുള്ളത്.
മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഈ ഒരു ബിസിനസ് 70 വർഷത്തിലധികമായിട്ട് വളരെ സക്സസ് ആയിട്ട് ഒരുപാട് ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു അത്രയും രാജ്യങ്ങളിൽ വളരെ സുഗമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെ അല്ലെ, ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെ വലിയൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ വലിയൊരു ഡൈവേർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നുള്ള തിരിച്ചറിവ് പിന്നീടാണ് ഈ ഒരു പഠനങ്ങൾക്ക് ശേഷം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന ഒരു മേഖലയാണ്, ഒരുപാട് പേരുടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നുള്ള തിരിച്ചറിവും പഠനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിക്ക് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ കൊണ്ടുവരണം എന്നുള്ളത് 2016 ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെതിരെ നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ കുറിച്ച് എതിരെ 2010-11 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നടപടിയെടുത്ത ഒരു സംസ്ഥാനം നമ്മുടെ കേരളമായിരുന്നു. എന്നാൽ അതേ സംസ്ഥാനം തന്നെ 2018 ശേഷം കൃത്യമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ആക്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി എന്നുള്ളതാണ് നമുക്ക് അതിൽ അഭിമാനിക്കാൻ പറ്റും അല്ലെ. മാത്രമല്ല ഈ ഒരു മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ സുപരിചിതമായിട്ടുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ ഒരു മേഖലയ്ക്ക് കൃത്യമായിട്ട് അംഗീകാരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അല്ലെ, നമുക്കറിയാം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, അത്തരത്തിലുള്ള IAS IPS അടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അടങ്ങിയിട്ടുള്ള ഒരു സംഘടന ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തുന്നത് ഈ ഒരു മേഖലയ്ക്കുള്ള ഉണർവിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അനുകൂല സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഫിജിക്കാർട്ട് എന്നുള്ള ഒരു ബിസിനസ്സിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് 2018 ശേഷമാണ്. അപ്പൊ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ കമ്പനി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ന് ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായത് തന്നെയാണ്. അപ്പൊ ഫിജിക്കാർട്ടിലേക്ക് വന്നു അല്ലെ. ഈ ഒരു സാധ്യതകൾ ഇന്ന് വളരെ വലുതാണെന്നുള്ളത് തീർച്ചയാണ്. കാരണം മുൻപുള്ള അത്രത്തോളം നെഗറ്റീവുകൾ ഇന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അന്നത്തെ നമ്മുടെ മുൻപ് ഒരുപക്ഷെ നമ്മുടെ മുൻപുള്ള ജനറേഷനിലുള്ള നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അത്രയും നെഗറ്റിവിറ്റികളൊന്നും നമുക്ക് ഇന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ് അല്ലെ, നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണ്. പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിജിക്കാർട്ട് എന്നുള്ള ജേണിയിലേക്ക് നമ്മൾ കടന്നു. പക്ഷെ ഇവിടെ പ്രവർത്തിക്കാതിരുന്നാൽ നമ്മുടെ സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയൊക്കെ അവിടെ സ്വപ്നമായും പ്രതീക്ഷയായും മാത്രം കിടക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റെടുത്തതിന് ശേഷം അല്ലെ നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കമ്പനി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 റീസൺസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെയധികം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി തന്നെ നമുക്ക് തരുന്ന ഒരുപാട് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ട് അല്ലെ. അതിലെ ഒന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഡയറക്ട് സെല്ലിങ്ങിനെ കൃത്യമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് അല്ലെങ്കിൽ ഇ-കൊമേഴ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഇ-കൊമേഴ്സിനെ ഇതിൽ കൂട്ടുപിടിച്ചത് തന്നെ ഈ കമ്പനിയുടെ വിഷനും മിഷനും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇടനിലക്കാരില്ലാതെ പ്രൊഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് നേരിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് പരസ്യക്കാരെയും ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കിയാണ് ഒരുപാട് തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെ. നമ്മൾ ഇന്ന് പാർട്ട്ണർ ആണെങ്കിൽ നാളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് മാറേണ്ട വ്യക്തികളാണ്. അപ്പൊ കുറഞ്ഞ ചെലവിൽ ഏതൊരു വ്യക്തികൾക്കും ഈ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്നുള്ളത് ഇതിന്റെ വലിയൊരു സാധ്യതയാണ്. മാത്രമല്ല ഇവിടെ നമ്മുടെ സമയത്തേക്ക് കൃത്യമായിട്ട് വരുമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അപ്രോച്ചിങ് മെത്തേഡാണ്. നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് ആളുകളെ സമീപിക്കുന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ മാറേണ്ടത് അവരുടെ വിശ്വാസം കൂട്ടും എന്നുള്ളതാണ്.
നമ്മൾ എപ്പോഴും ആളുകളോട് കൺവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മുൻപുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല നമ്മൾ ഇന്ന് ഈ ഒരു ഫിജിക്കാർട്ടിലൂടെ അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ഈ ബിസിനസ്സിലെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് അല്ലെ നമുക്ക് മൂന്നാല് തരത്തിൽ ഈ ഒരു ബിസിനസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒന്ന് നേരിട്ടുള്ള സമീപനമാണ്. നമുക്കറിയാവുന്ന വ്യക്തികളെ നമ്മളെ അറിയാവുന്ന വ്യക്തികളെയൊക്കെ നേരിട്ട് ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് ബിസിനസ് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് നമുക്ക് അറിയാവുന്ന ആളുകളെ അഭിപ്രായം ചോദിച്ചുകൊണ്ട്. ഒരു മിനിറ്റ്. സോറി, ഒരു കോള് വന്നാണ്. അപ്പൊ ആളുകളെ സമീപിക്കുന്നത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും കൂടി സമീപിക്കാന്നുള്ളതാണ്. അതായത് ആളുകളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ പ്ലാനിനെ കുറിച്ചുള്ള ഈ ബിസിനസിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ സൂപ്പർ ഇൻഡയറക്റ്റ് അപ്രോച്ച് എന്ന് പറയും. അതായത് അറിയാവുന്ന ആൾക്കാരെ, ഒരുപക്ഷെ നമ്മൾക്ക് അറിയാവുന്ന ആളുകൾ ഈ ബിസിനസ് ചെയ്യണമെന്നില്ല അല്ലെ, പക്ഷെ അവരെ അറിയാവുന്ന ആൾക്കാരെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അവരിലൂടെ നമുക്ക് പറ്റുന്നുള്ളതാണ്. അതിന് വളരെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള സാധ്യതകളും നാളുകളിലേക്കുള്ള ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ബിസിനസ് ആണെന്നുള്ളതും ഇത് നാളുകളിൽ നിങ്ങൾക്കൊരു വരുമാനമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതും നമുക്ക് അവരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നാളുകളിൽ ഇതൊരു വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആവശ്യകത അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ട് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു മേഖല, അവർ ചെയ്യുന്ന മേഖലയിൽ സംതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അല്ലെ. കാരണം എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കാത്തവർ അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വലിയൊരു വരുമാനത്തിലേക്ക് കൺവേർട്ട് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരുപാടുള്ളത് അല്ലെ. അത്തരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ ഇൻകം എന്താണെന്ന് നമുക്കറിയാം, അവരുടെ ജീവിത സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള സാഹചര്യം മനസ്സിലാക്കി കൊണ്ടാണ് ഈ ബിസിനസ് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതിന് സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതായത് ട്രസ്റ്റ്. ഈ ഒരു പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബിസിനസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം വിശ്വാസം അവരിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ എന്ത് കാര്യം പറയണതും ഈ കമ്പനിയുടെ മാനേജ്മെന്റിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റുള്ള ഏത് കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ഗുഡ് വിൽ ആണ് നമ്മുടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ, ബോച്ചെ സാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവരെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് വളരെയധികം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയോടൊപ്പമാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരു വിശ്വാസത്തെ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മാത്രമല്ല നാളുകളിൽ ഞാൻ വിജയിക്കാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ വളരെയധികം സാധ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല എക്സൈറ്റ്മെന്റ് അല്ലെ, നമ്മൾ കൊടുക്കുന്നത് നാളുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ വലിയൊരു വിജയം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ അവരുടെ മുന്നിൽ ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് നമ്മളുടെ കോൺഫിഡൻസ് ആണ് അവരെപ്പോഴും നോക്കിക്കാണുക അല്ലെ. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് അവിടെ കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ആവേശം നമുക്ക് അവിടെ കാണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട് അവരോട് സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ആരെയും ഈ ഒരു സമ്മർദ്ദം കൊടുത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം സമ്മർദ്ദം കൊടുത്തുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അവരെ പിടിവാശിയിലാണ് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ഈ ഒരു സാധ്യത പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരായിട്ടൊരു ഡിമാൻഡ്, നമുക്കൊരു ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ബിസിനസ്സിലേക്ക് വരാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടുതലാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ വളരെയധികം ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് അവരിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് മാത്രമല്ല അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആണ്. നമ്മളൊരു പ്ലാൻ കൊടുത്തതിന് ശേഷം അല്ലെ, എന്നാണോ നമ്മൾ ഒരു കോൾ ചെയ്ത് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ എന്താണ് കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ പോലും നമ്മൾ അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മൾ ഈ ബിസിനസ് ഫീൽഡിൽ ഇറങ്ങുന്ന സമയം മുതൽ നമ്മളെ കേൾക്കുന്ന ആദ്യത്തെ പറയുന്നത് നോ എന്നാണ് അല്ലെ. ഇല്ല എന്ന വാക്ക് കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നോയിൽ നിന്നാണ് നമ്മുടെ ബിസിനസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ നോ പറഞ്ഞ വ്യക്തിയെ ഒരുപക്ഷെ പോസിറ്റീവായിട്ട് സെയിൽ ക്ലോസിലേക്ക് എത്തുന്നവരെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഇവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്.
അങ്ങനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്കുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ പലരും ബിസിനസ്സിലേക്ക് വരിക, അല്ലെ? നമ്മൾക്ക് എന്താണ് മാറ്റം എന്ന് വീക്ഷിക്കുന്ന ഒരു സമൂഹമാണ് പുറത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണോ ആ മാറ്റങ്ങൾ അവര് നോക്കിക്കണ്ടുകൊണ്ടിരിക്കും. അത് ഒരുപക്ഷെ ഒരു മാസമോ ഒരാഴ്ചയോ ഒരു വർഷമോ എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ചില ആളുകൾ നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഫോളോ അപ്പിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് സിസ്റ്റം, അല്ലെ? ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു സിസ്റ്റത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് നാളുകളിൽ വിജയിച്ച് വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും, അല്ലെ? അത് മാത്രമല്ല, പുതിയ ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഈ ഒരു സിസ്റ്റം തരുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പുതിയ ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കാനാണെങ്കിലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യാനാണെങ്കിലും ഇവിടെ ഒരു സംവിധാനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ആളുകൾ വരാനും പുതിയ വർക്കിംഗ് പാർട്ട്നേഴ്സിനെ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് മാറ്റാനും നാളുകളിൽ അവരൊരു സെലിബ്രിറ്റി ആക്കി മാറ്റാനൊക്കെ നമുക്ക് എന്താണ് വളരെയധികം സാധ്യത ഇവിടെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്കില്ലാണ്. ഈ ഒരു ബിസിനസിനെ കുറിച്ച്, അല്ലെ, നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കുന്ന വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. പക്ഷെ എന്നാണോ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കുന്നത്, അന്ന് മുതൽ നമുക്ക് എന്താണ് ഈ ഒരു സ്കില്ലുകൾ പല തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? ആ ഒരു സ്കില്ലിനെ നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വളരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, അല്ലെ? വളരെ നല്ല രീതിയിൽ യൂട്യൂബ് ഉപയോഗിക്കാം, ഗൂഗിൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബുക്സ് റെഫർ ചെയ്യാം. അത്തരത്തിലുള്ള റെഫറൻസ് ഒക്കെ നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. ഈ മേഖലയെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ട്രെയിനിങ് സംവിധാനം, അല്ലെ? നമുക്കറിയാം, കമ്പനി തന്നെ നമുക്ക് വളരെയധികം ശക്തമായിട്ട് ഈ ഒരു ഫിജിറ്റൽ അക്കാദമിയിലൂടെ നല്ല രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അത് മാത്രമല്ല, നമ്മുടെ ടീമിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് ട്രെയിനിങ്ങുകൾ നമുക്ക് വളരെ ശക്തമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളെ വളർത്താനായിട്ടാണ്, അല്ലെ? ഒരുപക്ഷെ ഒരു സാധാരണക്കാരനെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെയാണ് ഒരു അസാധാരണക്കാരനാക്കി മാറ്റുക എന്നുള്ളത്. അപ്പൊ ഒരു പ്രൊഫഷണൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു സാധാരണക്കാരനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളെ വളരെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷെ കാലത്തിലൊക്കെ നമ്മൾ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം പാർട്ട്നേഴ്സ് പ്രോഗ്രാമുകളിൽ കയറുന്നതെങ്കിൽ നാളുകളിൽ അവർക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാവും, അല്ലെ? ആ ഒരു സമയത്ത് അവർ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവർ നമ്മൾ പറയാതെ തന്നെ ഈ പ്രോഗ്രാമുകളിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങും. എന്നാണോ അവർ ഈ നമ്മുടെ ഈ ഒരു ട്രാക്കിലേക്ക് വരുന്നത്, അന്നാണ് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരും കൃത്യമായിട്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരാൾ പോലും നമ്മുടെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലീഡറായിട്ട് മാറുകയാണ്, അല്ലെ? ആ ഒരു ലീഡറായിട്ട് മാറുമ്പോൾ തൊട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുകയാണ്. ഒരുപക്ഷെ റാങ്കുകൾ കിട്ടിയവർ മാത്രമല്ല ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി പോലും നമ്മളെ വിശ്വസിച്ച് ഈ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആവുന്ന സമയത്ത് ആ ഒരു സമയം തൊട്ട് നമ്മൾ ഒരു ലീഡറായിട്ട് മാറണം. അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ എന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റോൾ മോഡൽ വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾക്ക് റോൾ മോഡലായിട്ട് കാണാൻ പറ്റുന്ന വ്യക്തി, അല്ലെ? ആരെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി, ആരെ പോലെ ആവണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം, ആ ഒരു വ്യക്തിയെ റോൾ മോഡലാക്കിയിട്ട് ഉള്ളിൽ വെച്ചുകൊണ്ട്, അല്ലെ, അതേപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്നും വേണം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ബിസിനസ്സിനെ ഏറ്റെടുത്തു ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് സ്കില്ലുകൾ കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ രീതിയിൽ നിന്നും പഠിക്കാനുള്ള ശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ്. ഒരറിവും ചെറുതല്ല എന്ന് പറയുന്നത് പോലെ പ്രോഗ്രാമുകളിൽ കിട്ടുന്ന അറിവും നമ്മൾക്ക് പുതിയതായിട്ട് എന്താണ് ഈ ബിസിനസ്സിൽ നിന്ന് പഠിക്കാൻ സാധിക്കുക എന്നുള്ള തിരിച്ചറിവും കൂടി നമുക്ക് എപ്പോഴും വേണം. എങ്കിൽ മാത്രമേ ആ ഒരു മൈൻഡ് സെറ്റും നമുക്ക് നമ്മുടെ ടീമിൽ വന്നവർക്കും കൊടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയതാണെങ്കിൽ നാളുകളിൽ വലിയൊരു ടീമായിട്ട്, വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കാണുന്ന വ്യക്തികളൊക്കെ നമ്മളോട് നോ പറയുന്നു പറഞ്ഞു, അല്ലെ? അങ്ങനെ നോ പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഡൗൺ ആവുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ
പലരും പറയാറുണ്ട് ഈ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ സക്സസിലേക്ക് എത്താൻ ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് സീ മോർ പീപ്പിൾ എന്നുള്ളത്, അല്ലെ? ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ബിസിനസ് പ്രസന്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ബിസിനസിന്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കേണ്ടത് നെഗറ്റീവ് ആണെന്നുള്ളത്. സീ മോർ നെഗറ്റീവ് പീപ്പിൾ. കാരണം ഏറ്റവും നമ്മുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല, അല്ലെ? പക്ഷെ കൈപ്പേറിയ ദിനങ്ങൾ, നമ്മളെ ഏറ്റവും മോശപ്പെട്ട സമയമായിരിക്കും നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജേണിയെ, ലൈഫ് ജേണിയെ ഡൈവേർട്ട് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ എടുക്കുന്ന അന്നത്തെ ഒരു തീരുമാനമായിരിക്കും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഡൈവേർട്ട് ചെയ്യുന്നതും കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കൈപ്പേറിയ ദിവസങ്ങളായിരിക്കും. അപ്പൊ സീ മോർ നെഗറ്റീവ് പീപ്പിൾ എന്ന് ഞാൻ പറയാൻ കാരണം, നെഗറ്റീവ് ആളുകളാണ് കുറച്ചുകൂടി നമ്മളെ ഒരു കെൽപ്പുള്ള വ്യക്തികളാക്കി മാറ്റാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതായത് അതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്ന് പറയാം. അതായത് തളരാൻ അല്ലെങ്കിൽ വളരാൻ സാധിക്കും, അല്ലെ? അതായത് നമ്മൾക്ക് ബിസിനസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറെ ആളുകളുടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെ? വളരെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഉത്തരങ്ങളില്ലാതെ, അല്ലെ, ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്നത് നല്ല രീതിക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് സൈഡിലൂടെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ബാധ്യസ്ഥർ നമ്മളായിട്ട് മാറുന്നുള്ളതാണ്, അല്ലെ? അത് ഒരുപക്ഷെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവരൊക്കെ എന്നോട് ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ് അല്ലേ ചോദിക്കുന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്തു പോകുന്നുള്ളതാണ്. അതായത് തളരാനും തളർത്താനും ഒരുപാട് പേരുണ്ടെങ്കിലും നല്ല രീതിക്ക് ഈ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരാനുള്ള ഒരു സാധ്യത ഈ നെഗറ്റീവ് പേഴ്സൺസിലൂടെ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ലേണിംഗ് പ്രോസസ്സ്. ഞാൻ പറഞ്ഞു, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് നമുക്ക് സന്തോഷങ്ങൾ മാത്രമേ തരുള്ളെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് നമുക്ക് തിരിച്ചറിവുകൾ തരുന്നുള്ളതാണ്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ അവർ ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിനോടുള്ള ഈ മേഖലയെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ വളരെയധികം മാറും എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ നമ്മള് അവർക്കുള്ള മറുപടികൾ കൊടുക്കണം എന്നുള്ള ഒരു വാശി നമ്മുടെ ഉള്ളിലുണ്ടാവും, അല്ലെ? നാളുകളിൽ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ തലകുനിച്ചിരിക്കാൻ പാടില്ല, ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ മൗനമായിട്ട് ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. അത്തരത്തിലുള്ള സമയത്താണ് നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ അവർ ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ സീരിയസ് ആയി എടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെ? ലേണിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും എന്നുള്ളത് സത്യമാണ്, അല്ലെ? അങ്ങനെ തെളിയിച്ചിട്ടുള്ളവരാണ് നമ്മുടെ മുന്നിലുള്ള ലീഡേഴ്സ്, അല്ലെ? ഒരുപക്ഷെ അവർക്ക് അറിവുകൾ ഉണ്ടായിരിക്കാം, തിരിച്ചറിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവരുടെ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും, അല്ലെ? അറിവുകൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സമ്പാദിക്കാൻ പറ്റും, പക്ഷെ തിരിച്ചറിവുകൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് ശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ്. മാത്രമല്ല 10 നെഗറ്റീവ് ആണ് നമുക്ക് ആദ്യത്തിൽ കിട്ടുന്നതെങ്കിൽ, അല്ലെ, 11ാമത്തെ നെഗറ്റീവോട് കൂടിയിട്ട് ബിസിനസ് നിർത്താനല്ല നമ്മുടെ ഉദ്ദേശം. കാരണം ഏതെങ്കിലും ഒരു 10 പേര് തീരുമാനിക്കാനുള്ളതല്ല നമ്മുടെ ബിസിനസ് ജേർണി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇനിയുള്ള സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ആ 10 പേര് നമ്മളോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത്, അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിച്ചു എന്നുള്ളതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് 11ാമത്തെ വ്യക്തി ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ 10 പേര് ചോദിച്ചതിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സമയത്താണ് നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കും ഈ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ലെജൻഡായിട്ട് മാറാനുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 10 നെഗറ്റീവുകൾ എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികളാണെന്നുള്ളത് ഉത്തമ ബോധ്യം നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. അത് ഒരു കൃത്യമായിട്ട്, അല്ലെ, അത് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഒരു 10 പേഴ്സൺസ് നമ്മളോട് നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ 10 പേരോട് നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളല്ല പറഞ്ഞതെങ്കിൽ 11ാമത്തെ വ്യക്തിയോട് നമുക്ക് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, അല്ലെ? ആ 10 പേരോട് നമുക്ക് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒബ്ജക്ഷനോട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെ? വളരെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ബിസിനസ്സിലേക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇവരുടെ കൂടെ പോയാൽ എനിക്ക് ബിസിനസ്സിൽ വളരാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ, ഈ ഒരു ബിസിനസ്സിനോടുള്ള പേഴ്സണാലിറ്റി തന്നെ മാറും. മാത്രമല്ല വളരെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവുകളെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും ലെജൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് പോലും, അല്ലെ, അവരുടെ ആദ്യത്തെ
50-60 പ്രസന്റേഷൻസ് വരെ ഫെയിലിയർ ആണെന്ന് അല്ലെ ഒരുപാട് എക്സ്പീരിയൻസുകളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ 10 പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 15 പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം എന്നെ കൊണ്ട് ഈ ബിസിനസ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോയ, അല്ലെങ്കിൽ ക്വിറ്റേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന സമയത്തല്ല ആത്മപരിശോധന നടത്തേണ്ടത്, ഏറ്റവും കൂടുതൽ ഫെയിലിയർ ആവുന്ന സമയത്ത്, അല്ലെ, തോറ്റു പോകുമ്പോഴാണ്, ആ തോൽവിയുടെ കാരണങ്ങളെയാണ് നമ്മൾ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കേണ്ടത്. എപ്പോഴും മറ്റുള്ള ബിസിനസ്സുകാർ അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകാരൊക്കെ അവരുടെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെ, ആദ്യം ഇറങ്ങുന്ന സമയത്ത് അവർ പഠിക്കുക ഈ ബിസിനസിന്റെ നല്ല വശങ്ങളായിരിക്കില്ല, അല്ലെ. അവരെപ്പോഴും ഈ ബിസിനസിന്റെ വരും വരായികകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടായിരിക്കും അവരൊരു പുതിയ ബിസിനസ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ പോസിറ്റിവിറ്റികളെക്കാളും ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയാണ് അവർ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതേ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളൊരു പ്രോസ്പെക്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത് അവരോട് മുന്നിലേക്ക് പറയേണ്ടത് ഈ ബിസിനസ്സിൽ വരുന്ന ഏറ്റവും കൂടുതൽ വരായ്മകളെക്കാളും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റിയെക്കാളും അവർ ചോദിക്കാൻ പോകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും കൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നതെങ്കിൽ വളരെ സുഗമമായിട്ട് നമുക്ക് ഈ ബിസിനസ് ജേണിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കോൺവെർഷൻ സ്റ്റേജ് എന്ന് പറയും, അതായത് കൺവേർഷൻ സ്റ്റേജ് എന്ന് പറയും. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് വരും, അല്ലെ. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ, ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള, നമ്മളെ അറിയാവുന്ന, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അത്തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ ബിസിനസ്സിലേക്ക് പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ 50-50 മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതേപോലെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള, ജെന്യൂനിറ്റി ഉള്ള, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ബിസിനസ് ഏറ്റെടുത്ത് ഓക്കെ ഞാൻ ചെയ്യാം, എനിക്കിത് ഇതിന്റെ മെത്തേഡ് മനസ്സിലായി, ഈ ബിസിനസിന്റെ പാറ്റേൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഈ ബിസിനസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് വരുന്ന വ്യക്തികളുണ്ടാവും. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ട് വരുന്ന വ്യക്തികൾ, ഇല്ലെങ്കിൽ 50-50 മൈൻഡോട് കൂടിയിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന വ്യക്തികൾ നമ്മൾക്ക് കുറച്ച് നമ്മളുടെ പുറത്തു നിന്ന്, അല്ലെങ്കിൽ നമ്മൾക്ക് ശേഷം പുറത്തു നിന്ന് ഈ ബിസിനസ്സുമായിട്ട് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ വളരെയധികം നെഗറ്റിവിറ്റി എവിടെന്നെങ്കിലും കേൾക്കുന്ന സമയത്തില് അവർ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ്. അവർ ഈ ബിസിനസ് നിർത്തിപ്പോകും, അല്ലെ. നമ്മളെ പിന്നീട് കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെ അവരോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും, നമ്മൾ എന്ത് തന്നെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവരത് കേൾക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം തരില്ല എന്നുള്ളതാണ്, അല്ലെ. അങ്ങനെ ഒരുപാട് അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു റിലേറ്റീവ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, പക്ഷെ അതിനുശേഷം പുറത്തു നിന്നുള്ള എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ബിസിനസ്സിനെ നിർത്തിയിട്ട് പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. എന്നാൽ ആ ഒരു സമയത്ത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് സംശയങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പിലൂടെ ഈ അവർക്കുള്ളിലുള്ള എല്ലാ സംശയങ്ങളും വളരെ വ്യക്തമാക്കി ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് അവർക്ക് മുന്നിലേക്ക് വെക്കുന്ന സമയത്ത് അവർ ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി അവർ ഒരുപാട് അറിവും അതിനോടൊപ്പം തന്നെ തിരിച്ചറിവും കിട്ടിയിട്ടുള്ള വ്യക്തികളാണ്, അല്ലെ. അവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ജേണിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കാണരുത് എന്നല്ല ഞാൻ പറയണത്. പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരട്ടെ, പക്ഷെ തീർച്ചയായിട്ടും നെഗറ്റീവ് ഉള്ള വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും അപ്രോച്ച് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ വളർച്ചയ്ക്ക് എന്റെ നെഗറ്റീവ് എന്താണെന്നുള്ളത് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ആയിരിക്കും അറിയാം, അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ബിസിനസ് കുറിച്ച് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരെ ഈ ബിസിനസ്സിനോടുള്ള സമീപനം അവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ്, ഈ ബിസിനസ്സിനെ അവർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ്, അല്ലെ. അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നത് അവർ ഈ ബിസിനസ്സിനോടുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് നെഗറ്റീവ് ആണ് ഇനി ഇവർ വരില്ല എന്നുള്ള മുൻധാരണ വെക്കാതെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ പോലും പോസിറ്റീവ് ആക്കിയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നമ്മുടെ വളർച്ചയ്ക്കും കൂടി അത്തരത്തിലുള്ള കമന്റ്സും അത്തരത്തിലുള്ള വ്യക്തികളും വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല നമ്മൾ ഒരുപാട് വ്യക്തികളോട്, അല്ലെ, നമ്മൾ ഒരുപാട് ശ്രമിച്ചു തുടങ്ങുന്നുണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം. ഒരുപക്ഷെ ഇതിൽ ഒരു 10 ദിവസമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം, അല്ലെ, 1 മാസമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം, 3 മാസമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം. പുതിയ പുതിയ ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുന്ന സമയത്ത്, അല്ലെ, നമുക്ക് എന്നെങ്കിലും ആളുകളാണ് പല മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്നെങ്കിലും ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകണം എന്നുള്ള വിചാരത്തിൽ തന്നെ നടക്കുന്നവരുണ്ടാവാം. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോൽവികൾ സംഭവിക്കും, അല്ലെ. അങ്ങനെ തോറ്റാൽ നമുക്ക് കിട്ടുന്നത് ഒരു അനുഭവമാണ്. ഓക്കെ, ആ അനുഭവത്തിൽ നിന്ന് പരിതപിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പരാജയപ്പെടാൻ മാത്രമേ ഇവിടെ സമയം ഉണ്ടാവുള്ളൂ.
എന്നാൽ അനുഭവത്തിൽ നിന്നും പഠിച്ചു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നാളുകളിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മപരിശോധന നടത്തുന്നത് തോൽക്കുന്ന സമയത്താണ്, ഒരിക്കലും വിജയിക്കേണ്ട സമയത്തല്ല. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടത് എന്തുകൊണ്ട് ഞാൻ അവിടെ ഫെയിലിയർ ആയി, എന്തുകൊണ്ട് ആ വ്യക്തി എന്നോട് ബിസിനസ്സിലേക്ക് വന്നില്ല, എന്തുകൊണ്ട് എന്റെ ബിസിനസ് നല്ല രീതിക്ക് ഗ്രോത്ത് ആവുന്നില്ല എന്നുള്ള നമ്മുടെ പരാജയങ്ങളെ കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ഈ ലെജൻസ് ആയിട്ടുള്ള വ്യക്തികൾ, നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ലെജൻസ് ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണെങ്കിലും അല്ലാതെ അല്ലെ നമുക്കറിയാവുന്ന ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് തോറ്റവരായിരിക്കാം ഏറ്റവും കൂടുതൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വിജയിച്ച് നിൽക്കുന്ന വ്യക്തികളെ, അവരുടെ വിജയങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ കൺമുമ്പിൽ ഉള്ളതെങ്കിൽ അവർ ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവരെ എല്ലാ കാര്യത്തെയും പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി എടുത്തിട്ട് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെ. പക്ഷെ അവരെന്താണ്, സ്ഥിരമായിട്ടുള്ള അവരുടെ പ്രവർത്തികളെ അനലൈസ് ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് അവരുടെ എന്താണ് അവർക്ക് പറ്റിയ തെറ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അടുത്ത ഈ സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 7am ആണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 1000 പേരുടെ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോഗ്രാം ചെയ്യാന്നുള്ളത് എന്റെ വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് ഇന്ന് സാധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. മാത്രമല്ല, നമ്മളൊക്കെ ഒരുപാട് തവണ വീണു പോയിട്ടുള്ള വ്യക്തികളാണ് അല്ലെ. എത്രയോ സാഹചര്യത്തിൽ ഞാനും അതുപോലെ തന്നെ വീണു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എത്ര കാലം പണിയെടുത്താലും അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്, മുൻപ് ഞാൻ 13 വർഷമായിട്ട് ഒരു പ്രൈവറ്റ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു 13 വർഷത്തെ ജേർണി എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് ആ ഒരു വർക്കിൽ കൊടുക്കാൻ എനിക്ക് സാഹചര്യം കിട്ടിയിട്ടില്ല. ഭയങ്കര പ്രഷറുള്ള ഒരു മേഖല കൂടിയാണ്. പക്ഷെ ഒരുപാട് വീണുപോകുമായിരുന്ന സാഹചര്യത്തിൽ നിന്നും എന്നെ കൈപിടിച്ച് നിർത്തി എന്ന് പറയുന്നത് ഫിജിക്കാർഡ് തന്നെയാണ് അല്ലെ. എന്തൊക്കെയോ കഴിവുകൾ ഉണ്ട് എന്നുള്ള തെളിയിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്കൊരു ബോധ്യം വന്നത് ഈ ഒരു ഫിജിക്കാർഡ് എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് പേര് അല്ലെ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മേഖലയെ കുറിച്ച് ചെറിയൊരു കാഴ്ചപ്പാടെങ്കിലും മാറ്റിമറിക്കാൻ ഇന്നത്തെ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ എന്റെ പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേഷൻ ചെയ്ത സുഹ്രാബി മാമിന് ഒരിക്കൽ കൂടി ബിഗ് താങ്ക്സ് പറയുന്നു.